അടുത്തതായിട്ട് സ്ക്രാച്ച് പാഡ് മെമ്മറി. സ്ക്രാച്ച് പാഡ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, പ്രോസസ്സറിനകത്ത് നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. R0, R1, R2 എന്ന് പറഞ്ഞിട്ട് Rn-1 വരെയുള്ള n നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ രജിസ്റ്റേഴ്സിലാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ള ഡേറ്റ നമ്മൾ രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ആ സ്റ്റോർ ചെയ്ത ഡേറ്റനെ നമ്മുടെ എ ബസ്സിലും ബി ബസ്സിലും കൊണ്ടുപോയി ആവശ്യമായിട്ടുള്ള പ്രോസസ്സ് ചെയ്തതിന് ശേഷം റിസൾട്ട് നമ്മൾ രജിസ്റ്റേഴ്സിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷനൊക്കെ നമ്മൾ പഠിച്ചത് ഈ ഒരു രീതിയിലായിരുന്നു. R1 gives R2 plus R3 എന്ന് പറയുമ്പോൾ R2 രജിസ്റ്ററിലെയും R3 രജിസ്റ്ററിൻ്റെയും കണ്ടൻസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിനെ നമുക്ക് R1ലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ R2 രജിസ്റ്ററിലത് നമ്മൾ ALUവിൻ്റെ എ ബസ്സിലേക്ക് എടുക്കുന്നു, R3 രജിസ്റ്ററിനെ ബി ബസ്സിലേക്ക് എടുക്കുന്നു. ദെൻ അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്യുന്ന റിസൾട്ടിനെയാണ് നമ്മൾ R1 രജിസ്റ്ററിലേക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ രജിസ്റ്റേഴ്സിനെ എല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതുപോലെ R0, R1, R2 എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു രജിസ്റ്റേഴ്സ് കളക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ രജിസ്റ്റർ കളക്ഷൻസിൻ്റെ കണക്ഷൻ യൂസ് ചെയ്താണ് നമ്മൾ ബസ് സിസ്റ്റം എല്ലാം നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചതാണ്. സോ അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രജിസ്റ്റേഴ്സിനെ എല്ലാം തന്നെ ഒരൊറ്റ മെമ്മറി ആയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റേഴ്സിനെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒരൊറ്റ മെമ്മറി ആക്കി മാറ്റുകയാണ്. ഇവിടെ ഓരോ ലൊക്കേഷനും ഓരോ രജിസ്റ്ററിനെയാണ് ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ രജിസ്റ്ററിനെയാണ് ഓരോ മെമ്മറി ലൊക്കേഷനും റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അപ്പം ഇത് R0, R1, R2, R3, R4, R5, R6 ആൻഡ് R7. ഇവിടെ നമുക്ക് 7 രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന്, 8 രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 8 രജിസ്റ്റേഴ്സിനെയും നമ്മൾ രജിസ്റ്റർ നെയിം വെച്ചല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്, പകരം ഓരോ രജിസ്റ്ററിനെയും നമ്മളിതിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ്സ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 8 രജിസ്റ്റേഴ്സ് ആയതുകൊണ്ട് അതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് 3 ബിറ്റാണ് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് രജിസ്റ്ററിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 000, ദെൻ രണ്ടാമത്തത് 001, 010, 011, 100, 101, 110, 111. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ ലൊക്കേഷനായിട്ടാണ് അല്ലെങ്കിൽ ഓരോ അഡ്രസ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ രജിസ്റ്ററിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഒരു മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പം ശരിക്കും ഇതെന്താണ്? രജിസ്റ്റേഴ്സിൻ്റെ കളക്ഷനാണ്. ഈ രജിസ്റ്റർ കളക്ഷനെയാണ് നമ്മൾ സ്ക്രാച്ച് പാഡ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ക്രാച്ച് പാഡ് മെമ്മറീനെ നമ്മൾ ALUവിൻ്റെ എ ബസ്സും ബി ബസ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ അഡ്രസ്സിലുള്ള കറസ്പോണ്ടിങ് രജിസ്റ്ററിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത്. അത് A രജിസ്റ്ററിലോ അല്ലെങ്കിൽ ബി രജിസ്റ്ററിലോ ലോഡ് ചെയ്യാൻ പറ്റും. ദെൻ അതിനെ ALU വഴി ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷം തിരിച്ച് അഗെയിൻ നമുക്ക് സ്ക്രാച്ച് പാഡ് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു സർക്യൂട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ ഒരു സ്ക്രാച്ച് പാഡ് മെമ്മറിയാണുള്ളത്. സോ ഇപ്പോൾ നമുക്കൊരു സ്ക്രാച്ച് പാഡ് മെമ്മറി ഉണ്ട്. ഈ മെമ്മറിയിൽ എന്ന് പറയുന്നത്, അതായത് ഈ രജിസ്റ്ററിലേക്ക് എന്ന് പറയുന്നത് നമുക്ക് റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനുമാണ് വരുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യാനായിട്ട്, റീഡാണോ റൈറ്റ് ആണോ എന്ന് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് 2 കൺട്രോൾ സിഗ്നൽസ് വേണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അതുപോലെ ഈ സ്ക്രാച്ച് പാഡ് മെമ്മറിയുടെ ഏത് രജിസ്റ്ററിനെ സെലക്ട് ചെയ്യണം എന്നുള്ള അഡ്രസ്സ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. സോ അപ്പോൾ ഒരു അഡ്രസ്സ് ഇൻപുട്ട് ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഔട്ട്പുട്ട് ഡേറ്റ വരുന്ന ബസ്സാണ്. ഔട്ട്പുട്ട് ഡേറ്റ നമുക്ക് ഇതുവഴി കിട്ടുന്നു. ഈ കിട്ടുന്ന ഡേറ്റനെ നമുക്ക് A രജിസ്റ്ററിലോ അല്ലെങ്കിൽ ബി രജിസ്റ്ററിലോ ലോഡ് ചെയ്യാൻ പറ്റും. ALUവിലേക്കാണ് നമ്മൾ ഈ ഡേറ്റാസിനെ കൊടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ ALUവിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് A രജിസ്റ്ററിലോ അല്ലെങ്കിൽ ബി രജിസ്റ്ററിലോ നമ്മൾ ഇതിനെ ലോഡ് ചെയ്യണം. ഈ A രജിസ്റ്ററിനും ബി രജിസ്റ്ററിനും നമുക്കൊരു ലോഡ് ഇൻപുട്ടും ആവശ്യമുണ്ട്. സോ അപ്പോൾ ലോഡ് ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ ഏത് രജിസ്റ്ററിൻ്റെ ലോഡ് ഇൻപുട്ടാണോ എനേബിൾ ആവുന്നത് ആ രജിസ്റ്ററിലേക്കായിരിക്കും നമ്മൾ ഈ ഔട്ട്പുട്ടിൽ എടുക്കുന്ന ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഈ A രജിസ്റ്ററും ബി രജിസ്റ്ററും കൂടി നമ്മൾ കണക്ട് ചെയ്യുന്നത് ALUവിലേക്കാണ്. അപ്പോൾ ഈ വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ
പെർഫോം ചെയ്യുന്നത്. സോ അപ്പോൾ ഇത് ALUവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിന് നമുക്ക് ഷിഫ്റ്റർ വേണമെങ്കിൽ, അത് ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ഒരു ഷിഫ്റ്ററിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അതല്ല എങ്കിൽ ഷിഫ്റ്റിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് ഡേറ്റേനെ റിസൾട്ടിനെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഷിഫ്റ്ററിൽ ഷിഫ്റ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഷിഫ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ നമുക്കൊരു ഷിഫ്റ്റ് സെലക്ട് കൺട്രോൾ സിഗ്നലും കൂടി വേണം. സോ അപ്പോൾ അത് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ദെൻ അതിനുശേഷം ഇതിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ സ്ക്രാച്ച് പാഡ് മെമ്മറിയിൽ തന്നെയുള്ള ഒരു അഡ്രസ്സിലേക്ക് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കുക. സോ അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഡേറ്റനെ എഗെയിൻ നമ്മൾ സ്ക്രാച്ച് പാഡ് മെമ്മറിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ദെൻ അപ്പോൾ സ്ക്രാച്ച് പാഡ് മെമ്മറിയിലേക്ക് നമ്മൾ ഈ ഇവിടെ നിന്നുള്ള റിസൾട്ട് മാത്രമല്ലല്ലോ സ്റ്റോർ ചെയ്യാനുള്ളത്. നമുക്ക് സ്ക്രാച്ച് പാഡ് മെമ്മറിയിലേക്ക് ഒരു ഇൻപുട്ട് ഡേറ്റ വന്നു കഴിഞ്ഞാൽ ആ ഇൻപുട്ട് ഡേറ്റയും നമുക്ക് സ്റ്റോർ ചെയ്യണം. നമ്മുടെ ഈ രജിസ്റ്റേഴ്സിലേക്ക് ഇൻപുട്ട് ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടാണല്ലോ നമ്മൾ ALUവിലേക്ക് വാല്യൂവിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ക്രാച്ച് പാഡ് മെമ്മറിയുടെ ഇൻപുട്ടായിട്ട് നമുക്കിവിടെ ഇൻപുട്ട് ഡേറ്റയും വരും. ഇവിടുന്ന് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് റിസൾട്ടും വരും. ഇതിൽ ഏതാണ് നമുക്കിവിടെ സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ ഒരു മൾട്ടിപ്ലെക്സർ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്ലെക്സറിൽ ഒരു സെലക്ട് ഇൻപുട്ട് ഉണ്ടായിരിക്കും. ഈ സെലക്ട് ഇൻപുട്ട് ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് സ്ക്രാച്ച് പാഡ് മെമ്മറിയിലേക്ക് ലോഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അഡ്രസ്സിലേക്ക് ഒന്നുകിൽ ഇൻപുട്ട് ഡേറ്റ, ഇൻപുട്ട് ഡിവൈസിൽ നിന്നുള്ള ഡേറ്റയോ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്നുള്ള ഡേറ്റയോ നമ്മൾ സെലക്ട് ചെയ്ത് ഈ ഒരു രജിസ്റ്ററിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ ALUവിൻ്റെ റിസൾട്ട് കിട്ടുന്ന ഡേറ്റേനെ നമുക്കിതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു മൾട്ടിപ്ലെക്സറാണ്. ദെൻ ഈ സ്ക്രാച്ച് പാഡ് മെമ്മറിക്കകത്തുനിന്ന് ഏത് രജിസ്റ്റർ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് ഈ അഡ്രസ് ബസ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ നമ്മളൊരു അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രജിസ്റ്റർ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. സോ അവിടെ എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്, റീഡ് ആണോ റൈറ്റ് ആണോ പെർഫോം ചെയ്യേണ്ടത് എന്നും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്ക്രാച്ച് പാഡ് മെമ്മറി എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് ഒരു മെമ്മറി പോലെ ആക്ട് ചെയ്യുന്ന ഒരു രജിസ്റ്റർ ബാങ്കാണ്. ഓക്കെ, അപ്പോൾ രജിസ്റ്ററിൻ്റെ കളക്ഷനാണ് നമ്മളിവിടെ സ്ക്രാച്ച് പാഡ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഏതൊരു പ്രോസസ്സർ എടുത്താലും ആ പ്രോസസ്സറിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ കുറേ രജിസ്റ്റേഴ്സിൻ്റെ കളക്ഷനും ഉണ്ടായിരിക്കും. അതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്ററാണ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് അക്യുമുലേറ്റർ അല്ലേ. ഇതിനകത്താണ് നമ്മൾ കൂടുതലും ഓപ്പറേഷൻസ് ALUവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രജിസ്റ്ററാണ് അക്യുമുലേറ്റർ. അപ്പോൾ നമ്മുടെ റിസൾട്ടുകൾ ALU എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടുകൾ സ്റ്റോർ ചെയ്യുന്നതും എല്ലാം ഈ അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്കാണ്. അപ്പോൾ നമ്മൾ ആ ഒരു അക്യുമുലേറ്റർ രജിസ്റ്ററിനെയും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതാണ് അടുത്തത് കാണിക്കുന്നത്. സോ അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ പ്രോസസ്സർ രജിസ്റ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ സ്ക്രാച്ച് പാഡ് മെമ്മറി ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രോസസ്സർ രജിസ്റ്റേഴ്സ്, അതല്ലെങ്കിൽ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു സെലക്ട് ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഈ സെലക്ട് ഇൻപുട്ടിനനുസരിച്ചാണ് ബി സോഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ALUവിനകത്ത് നമ്മൾ 2 ഇൻപുട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, A ബസ്സും B ബസ്സും. ഈ A ബസ് നമ്മൾ ആക്ച്വലി അക്യുമുലേറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഈ B രജിസ്റ്ററിൽ രണ്ടാമത്തെ ഓപ്പറൻഡ് കൊടുക്കുന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇതിനകത്ത് നമുക്ക് B സോഴ്സ് സെലക്ട് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെലക്ട് B സോഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സോ അപ്പം ഇവിടെ നമുക്കൊരു ALU ഉണ്ട്. ഈ ALUവിലേക്ക് ഈ പ്രോസസ്സർ രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റിൽ നിന്നുള്ള സോഴ്സ് വരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ B ബസ് വഴി വരുന്നത്. ദെൻ ഈ ALUവിനകത്ത് പെർഫോം ചെയ്ത ഓപ്പറേഷൻ്റെ റിസൾട്ട് വരുന്നത് നമ്മുടെ അക്യുമുലേറ്ററിലാണ്. അക്യുമുലേറ്ററാണ് നമ്മൾ A രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ A രജിസ്റ്ററിലേക്ക് നമ്മൾ റിസൾട്ട് കൊണ്ടുവരുന്നു. ഈ കൊണ്ടുവരുന്ന റിസൾട്ടിനെ നമ്മൾ ഔട്ട്പുട്ട് ഡേറ്റ വഴി കൊണ്ടുപോവുകയോ അതല്ലെങ്കിൽ ഇത് എഗെയിൻ ഇതിലേക്ക് തന്നെ നമ്മൾ ALUവിലേക്ക് തന്നെ അടുത്ത ഓപ്പറേഷന് വേണ്ടിയിട്ട് കൊടുക്കുകയോ ചെയ്യും. നമ്മൾ നോർമലി കൂടുതലും നമ്മുടെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്യുമുലേറ്റർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്.
ഇവിടെ നമ്മൾ ഇൻപുട്ട് ഡേറ്റയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പം സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് അക്യുമുലേറ്ററിൻ്റെ ഹെൽപ്പാണ് കൂടുതലും വേണ്ടി വരുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ T1 ടൈം ആയിരിക്കുന്ന സമയത്ത് അക്യുമുലേറ്ററിനെ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. T2 ടൈമിൽ അക്യുമുലേറ്ററിലേക്ക് നമ്മൾ ആദ്യത്തെ രജിസ്റ്ററിൻ്റെ വാല്യൂ എടുത്ത് ആഡ് ചെയ്യുന്നു. ദെൻ T3 ടൈം വരുമ്പോഴത്തേനും അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റിൻ്റെ കൂടെ തന്നെ R2 രജിസ്റ്ററിൻ്റെ വാല്യൂ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്യുമുലേറ്ററാണ് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണയും നമുക്ക് കിട്ടുന്ന ആ ഇൻ്റർമീഡിയറ്റ് റിസൾട്ടുമായിട്ടാണ് അടുത്ത വാല്യൂവിനെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണയും നമ്മളിവിടെ അക്യുമുലേറ്ററിൽ കിട്ടുന്ന റിസൾട്ടിനെ എഗെയിൻ എന്ത് ചെയ്യുന്നു, തിരിച്ച് വീണ്ടും ALUയിലേക്ക് പാസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം അടുത്ത സോഴ്സ് രജിസ്റ്ററിനെ നമ്മൾ D വഴി സെലക്ട് ചെയ്തിട്ട് എഗെയിൻ അത് ആഡ് ചെയ്യുന്നു, അക്യുമുലേറ്ററിലേക്ക് തന്നെ കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ അക്യുമുലേറ്ററിൻ്റെ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രജിസ്റ്റേഴ്സിൻ്റെ കളക്ഷനായി, അക്യുമുലേറ്റർ എങ്ങനെയാണെന്നുള്ളതായി. ഇനി അടുത്തത് സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ALUവിൽ ഒരു അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. ആ പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും. ആ കിട്ടുന്ന റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ്, ഓക്കെ, ആ കിട്ടുന്ന റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിഡർ ചെയ്തിരിക്കുന്ന പ്രോസസ്സർ ഓർഗനൈസേഷനകത്ത് നമുക്കിത് ഒരു 4-ബിറ്റ് രജിസ്റ്ററായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഇതിനകത്തൊക്കെ നമുക്ക് 16-ബിറ്റ് രജിസ്റ്റേഴ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 4-ബിറ്റ് രജിസ്റ്ററാണ് സ്റ്റാറ്റസ് രജിസ്റ്ററായിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ 4 ബിറ്റ്സാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്നാമത് ക്യാരി ബിറ്റ്, ക്യാരി C. ദെൻ രണ്ടാമത് 0 Z. ദെൻ മൂന്നാമത്തേത് സൈൻ S. നാലാമത്തേത് ഓവർഫ്ലോ V. ഇങ്ങനെ 4 ബിറ്റ്സാണ് ഈ ഒരു സ്റ്റാറ്റസ് രജിസ്റ്ററിൽ ഉള്ളത്. 4-ബിറ്റ് രജിസ്റ്ററിനകത്തുള്ള ഓരോ ബിറ്റിനെയും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാരി, 0, സൈൻ, ഓവർഫ്ലോ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ 4 ഇതാണ് നമുക്ക് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ റിസൾട്ടിൽ നമുക്കൊരു ക്യാരി പ്രൊഡ്യൂസ് ചെയ്തോ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ക്യാരി ബിറ്റ് അല്ലെങ്കിൽ ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ റിസൾട്ട് 0 ആണോ, ഓക്കെ, നമ്മുടെ അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ട് 0 ആണോ എന്നുള്ളത് കീപ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ആ ഒരു സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 0 ബിറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ വാല്യൂ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈൻ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ കിട്ടിയ റിസൾട്ടിൽ ഓവർഫ്ലോ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഓവർഫ്ലോ ബിറ്റ് യൂസ് ചെയ്യുന്നത്. ഓവർഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 4-ബിറ്റ് രജിസ്റ്റർ ഉണ്ട്. ഈ 4-ബിറ്റ് രജിസ്റ്ററിൽ വേറൊരു 4-ബിറ്റ് രജിസ്റ്റർ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻ സം ടൈംസ് ഇവിടെ ഒരു 1ഉം ഇവിടെ ഒരു 1ഉം ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു 0 പ്ലസ് ഒരു ക്യാരി ഇപ്പുറത്തേക്ക് വരും. ഈ ക്യാരി ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ രജിസ്റ്ററിനകത്ത് സ്ഥലമില്ല. ഓക്കെ, ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 കേസസ്, ഓക്കെ, നമ്മുടെ ഒരു റിസൾട്ട് കിട്ടുമ്പോഴത്തേനും അതിൻ്റെ ഈ 4 ഡിഫറെൻറ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാറ്റസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റസ് രജിസ്റ്ററിൽ ക്യാരി ബിറ്റ് 1 ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ റിസൾട്ടിൽ ഒരു ക്യാരി പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. 0 ആയി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 0 ബിറ്റ് 1 ആവുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മുടെ റിസൾട്ട് 0 ആണ് എന്നുള്ളതാണ്. സൈൻ ബിറ്റ് 0 ആണ് എങ്കിൽ അത് പോസിറ്റീവ് നമ്പറും, സൈൻ ബിറ്റ് 1 ആണെങ്കിൽ നെഗറ്റീവ് നമ്പറും ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഓവർഫ്ലോ ബിറ്റ് 1 ആണെങ്കിൽ ഓവർഫ്ലോ വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റാറ്റസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു സർക്യൂട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ALU ഉണ്ട്.
ഇവിടെ നമ്മളൊരു 8 ബിറ്റ് ALU ആണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. 8 ബിറ്റിൻ്റെ ഒരു ALU. അപ്പോൾ ഇവിടെ നമുക്ക് A ബസ്സിൽ 8 ബിറ്റ് വരും. 6, 7, 8. ഇതെന്ന് പറയുന്നത് A ബസ്സാണ്. അതുപോലെ തന്നെ B ബസ്സിലും 8 ബിറ്റ് വരും. 3, 4, 5, 6, 7, 8. ഇങ്ങനെ B ബിറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ബസ് വഴിയാണ് നമ്മൾ ALUവിലേക്ക് 8 ബിറ്റ് ALUവിലേക്ക് വാല്യൂസിനെ കൊടുക്കുന്നത്. ദെൻ അതിനുശേഷം 8 ബിറ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ 4 സെലക്ട് സിഗ്നൽസ് വരുന്നുണ്ട്. ഈ സെലക്ട് സിഗ്നൽസ് നമ്മൾ ഇതിൻ്റെ എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെലക്ട് സിഗ്നൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഇതിന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഇതുപോലെ 8 ബിറ്റ് ആയിരിക്കും നമുക്കിതിന് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇത് നമ്മൾ F എന്ന് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ലൈൻസ്. ഈ ഔട്ട്പുട്ട് ലൈൻസിനെ എല്ലാം 0 ആണെങ്കിൽ, ഔട്ട്പുട്ട് ലൈൻസ് എല്ലാം 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? 0, നമ്മുടെ കിട്ടിയ റിസൾട്ട് 0 ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റാറ്റസ് രജിസ്റ്റർ നമുക്കിവിടെ വരയ്ക്കാം. സ്റ്റാറ്റസ് രജിസ്റ്ററിന് 4 ബിറ്റാണുള്ളത്. ഈ 4 ബിറ്റിൽ ആദ്യത്തേത് ഓവർഫ്ലോ ആണ്, രണ്ടാമത്തേത് 0 ഫ്ലാഗാണ്, മൂന്നാമത്തേത് സൈൻ ഫ്ലാഗ്, നാലാമത്തേത് ക്യാരി ഫ്ലാഗ്. ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. സോ അപ്പോൾ അതിൽ ആദ്യം നമുക്ക് സൈൻ ഫ്ലാഗ് നോക്കാം. സൈൻ ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റിസൾട്ടിൻ്റെ ഏറ്റവും MSB ബിറ്റിൽ വരുന്നത് ആ ഒരു ബിറ്റിനെയാണ് നമ്മൾ സൈൻ ഫ്ലാഗിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിറ്റ്. സോ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന റിസൾട്ട് എല്ലാം 0 ആണെങ്കിൽ, കിട്ടുന്ന എല്ലാ ബിറ്റും നമുക്ക് 0 ആണെങ്കിലാണ് നമ്മുടെ റിസൾട്ട് 0 വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ Z ഫ്ലാഗ് 1 ആവണം. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ നമുക്ക് എപ്പോഴാണ് എല്ലാ ഇൻപുട്ടും 0 വരുമ്പോഴത്തേനും ഔട്ട്പുട്ട് 1 വരുന്ന ഗേറ്റ് ഏതുണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഇൻപുട്ടും 0 വരുമ്പോൾ ഔട്ട്പുട്ട് 1 വരണമെങ്കിൽ അതിന് നമ്മൾ നോർ ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ എല്ലാ ഇൻപുട്ട് ലൈൻസും കൂടി, ഈ കിട്ടിയ നമ്മുടെ റിസൾട്ടിൻ്റെ ലൈൻസ് എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നോർ ഗേറ്റ് യൂസ് ചെയ്യും. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു നോർ ഗേറ്റിലേക്ക് കൊടുക്കുന്നു. അത് നമ്മൾ 0 ഫ്ലാഗിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഈ നമ്മുടെ ഔട്ട്പുട്ട് ലൈൻസ് എല്ലാം 0 ആണ് എങ്കിൽ നമുക്കിവിടെ ഒരു 1 ആയിരിക്കും കിട്ടുന്നത്. ദെൻ ആ 1 ഇസഡിലേക്ക് വരും. അപ്പോൾ അത് 1 ആയിട്ട് സെറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഇത് 0 ആണ് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി ALUവിൽ നമുക്കൊരു ക്യാരി ഔട്ട് കിട്ടുന്നുണ്ട്. C ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരി ഔട്ട് വരുന്നുണ്ട്. ഈ ക്യാരി ഔട്ടിനെയാണ് നമ്മളിവിടെ ക്യാരി ഫ്ലാഗിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്യാരി ഔട്ട് 1 ആണെങ്കിൽ ക്യാരി സെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ അത് ക്യാരി ഫ്ലാഗ്. ദെൻ അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ C8 ബിറ്റ് ഉണ്ട്. ഓക്കെ, C8 എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ക്യാരി 8. ഓക്കെ, ഇപ്പോൾ 8ാമത്തെ ബിറ്റിൽ നമുക്ക് ക്യാരി വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളതാണ് C8ൽ നമുക്ക് കിട്ടുന്നത്. അതിനെയും ഈ C ഔട്ടിനെയും കൂടി നമ്മൾ എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർഫ്ലോ ഡിറ്റക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓവർഫ്ലോ ഫ്ലാഗിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് C8 ബിറ്റ്, ക്യാരി 8 ബിറ്റും ദെൻ C ഔട്ട് ക്യാരി 9th ബിറ്റും. അതാണ് C ഔട്ട് എന്ന് പറയുന്നത് ക്യാരി 9th ബിറ്റാണ്. അപ്പോൾ അത് രണ്ടും കൂടി എക്സോർ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ഓവർഫ്ലോ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ സർക്യൂട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ് രജിസ്റ്റർ. ഈ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്ത് നമുക്ക് 4 ബിറ്റാണ് വരുന്നത്, അല്ലെങ്കിൽ 4 ഫ്ലാഗ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു 8 ബിറ്റ് ALU യൂസ് ചെയ്യുന്നുണ്ട്. A ആൻഡ് B ബിറ്റ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് 8 ബിറ്റാണ് കൊടുക്കുന്നത്. അതിൽ നമുക്ക് ഓപ്പറേഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് F ആയിട്ട് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എടുക്കുന്നു. ആ Fൻ്റെ ഏറ്റവും MSB ബിറ്റ് എന്ന് പറയുന്നത് സൈൻ ബിറ്റാണ് കാണിക്കുന്നത്. അതിനെ നമ്മൾ നേരെ
നേരെ സൈൻ ഫ്ലാഗിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബിറ്റ് 1 ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് നമ്പറാണ് റിസൾട്ട്, അത് 0 ആണെങ്കിൽ പോസിറ്റീവ് നമ്പറാണ് റിസൾട്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതുപോലെ നമുക്ക് ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ എല്ലാ ലൈൻസിലും 0 വരുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് 0 വരുന്നത്. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ 0 ഫ്ലാഗിൽ 1 വരണം. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഔട്ട്പുട്ട് ലൈൻസ് എല്ലാം കൂടെ നോർ ചെയ്തിട്ട് അത് ഇസഡ് ഫ്ലാഗിലേക്ക് കൊടുത്തു. ദെൻ അതുപോലെ തന്നെ സി ഔട്ട്, എയിൽ നിന്നുള്ള സി ഔട്ടാണ് നമ്മൾ ക്യാരി ഫ്ലാഗിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ ഈ സി ഔട്ടിൻ്റെ കൂടെ C8 ബിറ്റും കൂടി ക്യാരിയും കൂടെ ചേർത്ത് നമ്മൾ എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർഫ്ലോ ഫ്ലാഗ് കണക്ട് ചെയ്യാൻ പറ്റും, ഓവർഫ്ലോ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പം ഇതാണ് അതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് ഒരു തവണയെങ്കിലും വായിച്ചേ പറ്റത്തുള്ളൂ. ഒരു തവണയെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും, ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നോട്ട്സാക്കി അതിനകത്ത് ഒന്ന് ആവശ്യമുള്ള പോയിൻറ്റ്സൊക്കെ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ പിന്നീട് റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മാത്രം ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മാത്രം മതിയായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളിത് പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ കാണാതെ പഠിച്ചിട്ടൊന്നും ഇത് ഓർത്തിരിക്കാൻ പോകുന്നില്ല. ഈ ഫിഗറൊന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ഇതിനകത്താണെങ്കിൽ ഒരുപാട് ഫിഗറുണ്ട്, എല്ലാ ടേമിലും നമുക്ക് ഇതിൽ ഫിഗർ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വരുന്നതുകൊണ്ട് എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കി അത് വെച്ച് സർക്യൂട്ട് ഉണ്ടാക്കാൻ പഠിക്കുക. ദെൻ അതിനായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതേണ്ട പോയിൻറ്റ്സ് എല്ലാം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ALUവിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പ്രോസസ്സർ ഡിസൈനിൽ അതിൻ്റെ പല പല കമ്പോണൻസിനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി അടുത്ത് ALU എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിനകത്ത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു, ലോജിക് ഓപ്പറേഷൻസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതൊക്കെയാണ് ഇനി അടുത്ത് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.